പന്നിയൂർ വണ്ണാണ്. ഇതെങ്ങനെ കുരുമുളകിന്റെ തിരിച്ചറിയുന്ന ഇലയുടെ ഇത് കണ്ടിട്ടാ? ഇത് ഞങ്ങൾക്ക് ഇത് കൃഷിക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ ഒരേനോ. ഇത് പന്നിയൂർ വണ്ണാണ്. പന്നിയൂർ 10 വരെ ഉണ്ട്. പന്നിയൂർ വണ്ണിന് അപ്പം എന്താ പ്രത്യേകതയുള്ള? മണ്ണിന് നല്ല തിരിക്ക് നീട്ടം, നല്ല മുഴുത്ത മണിയായിരിക്കും, മുഴുത്ത ഇലയായിരിക്കും. കേടുകൾ എങ്ങനെയാണ്? കേട് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേടില്ല. കേടില്ല എന്ന് പറഞ്ഞാൽ കാരണം എന്താ, ഇത് മണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് തിപ്പിലയിലാണ് ബഡ് ചെയ്തേക്കുന്നത്. ഇതുണ്ട് ബഡ് ചെയ്തേക്കുന്നത്. ഈ തിപ്പിലയിൽ ചെയ്തേക്കുന്നുണ്ട്. ഇതിന് വേറെ കേടൊന്നും വരില്ല. മണ്ണിൽ നിന്ന് ഒരു കേടും ഇതിന് ബാധിക്കില്ല. അത് കൊടിയൊന്നും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും. ഇത് മുകളിലേക്ക് ഒരുപാട് കൊടിക്ക് വെയിറ്റ് വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ വെയിറ്റ് സപ്പോർട്ട് ചെയ്യാതെ പോകുമോ? അല്ല, ഇത് പിന്നെ ഇത് നല്ല കട്ടി വയ്ക്കും, നല്ല കമ്പി കൂട്ടും, നല്ല വണ്ണം വയ്ക്കും. ഇത് വണ്ണം വെച്ച് വരുന്ന മുകളിലേക്ക് എന്തോരം വലുതായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത്, അല്ലാതെ മുളകിന്റെ വെയിറ്റ് വരുമ്പോൾ ഒന്നും പ്രശ്നമില്ല. വെയിറ്റ് വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പൈപ്പിൽ കെട്ടിക്കൊടുക്കണം, കൊടി നേരെ നിൽക്കാനായിട്ട്. ഇത് വേറെ എണ്ണം ചെയ്തേക്കുന്നതാണ്. ഇത് അതേ തന്നെ വേറെ കമ്പ് ഉളപ്പിച്ചിട്ട് ഇത് വേറെ എണ്ണം ചെയ്തിട്ടേ ഉള്ളൂ. ഇത് കരിമണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്. മുകളിൽ 2 എണ്ണം ഒരു കൊടിയെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. 2 എണ്ണം പോയിട്ട് 10 എണ്ണം വേണമെങ്കിൽ ചെയ്യാം. പിന്നെ മുളച്ച് വരുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പിന്നെ താഴേന്ന് വേരിനോട് ചേർന്നുള്ള മുള മാത്രമേ പൊക്കി വിടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് വളരില്ല. ഇതിൻ്റെ തണ്ടേന്ന് വളർത്തിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ശേഷി പോകും. വേരിൻ്റെ അടിയിൽ നിന്ന് വളർത്തിയിട്ട് കഴിഞ്ഞാൽ ഇതുമായിട്ട് വേറൊരു ബന്ധമില്ല. അതിന് വേറെ സെപ്പറേറ്റ് വേറുണ്ടായിക്കോളും. ഇനി എത്ര നാൾ കൊണ്ട് ഇതിപ്പോൾ ബഡ് ചെയ്തിട്ട് വലുതായി കുരുമുളക് കായ്ച്ചു തുടങ്ങും? ബഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരേല വന്നു കഴിഞ്ഞാൽ തിരി വരുമ്പോൾ അതിന് കായോട് കൂടിയാണ് വരുന്നത്. ഇതിലിപ്പോൾ ഇത് ചെടി വളരാൻ വേണ്ടിയിട്ടാണ് പറിച്ച് കളയുന്നത്. കായ ഉണ്ടായ ചെടി വളർച്ച കുറയും. കായ ഉണ്ടായി കഴിഞ്ഞാൽ അത് മൂക്കാതെ ചെടി വളരില്ല ആദ്യം. പിന്നെ കുറേ ആയിക്കഴിഞ്ഞാൽ ഒരു 6 മാസം കായ ചെടിയാണെങ്കിൽ കാണും. കുറച്ച് വലുതായതാണെങ്കിൽ കുഴപ്പമില്ല. വലുതായാണെങ്കിൽ കുഴപ്പമില്ല. അത് കായ ഉണ്ടെങ്കിലും. അപ്പോൾ എത്ര നാൾ അങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെടീനെ വലുതാക്കണം? ഒരു 6 മാസമൊക്കെ. അത് നമ്മുടെ ഇഷ്ടം. ചെടി നമുക്ക് ഇത്ര വളർന്ന് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരി പിടിപ്പിക്കാം. ഞങ്ങളൊക്കെ ഇത് ശരിക്കും ചെടി വലുതായതിനു ശേഷം തിരി പിടിപ്പിക്കുകയുള്ളൂ. എന്നാൽ ചെടി പിടിയുന്ന വലുതായിരിക്കും. ഇതൊക്കെ ഇതല്ലേ, ഇതൊക്കെ എന്ന് വെച്ചാൽ 6 മാസമായ ചെടിയാണ്. അതുകൊണ്ട് അതിൽ നിർത്തിയേക്കുക. ഇതിലിനി അടുത്ത് ചെയ്യാനായിട്ട് ഇതുണ്ടോ, ഇതിലിനി ഇതിൻ്റെ മുകളിലേക്ക് ചെയ്യാനായിട്ട് അടിയിൽ നിന്ന് ചുവടിയിൽ നിന്ന് കാണിച്ച് ചുവടിയിൽ നിന്ന് തിളക്ക് കയറ്റിക്കൊണ്ടുവന്നൊക്കെയുണ്ട്. ഇവിടുന്ന് കയറ്റി ഇത് കൊണ്ടുവന്നിട്ട് ഇതിന് മുകളിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് വേറെ ഇത് കട്ട് ചെയ്ത് ഇവിടെ വേറെ പിടിപ്പിക്കും. അന്നേരം അത് വേറെ ഇനം വേണമെങ്കിൽ വേറെ ഇനം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇനം തന്നെ പിടിപ്പിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളെങ്കിൽ ഇവിടുന്ന് ഒരു കമ്പ് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇവിടെ പിടിപ്പിക്കും. തിപ്പലയിൽ മാത്രമേ കൊടി ബഡ് ചെയ്യാൻ പറ്റുള്ളൂ? വേറെ എന്തെങ്കിലും സാധനത്തിൽ നമുക്ക് ബഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, തിപ്പലയിൽ മാത്രമേ പറ്റുള്ളൂ. ഒരു കൊടിയിൽ നിന്ന് ഒരു കൊടിയിലേക്ക് ബഡ് ചെയ്യാൻ പറ്റുമോ? കൊടിയിലായിട്ട് ബഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ ഗുണമുള്ള? കൊടിയുടെ ഗുണം തന്നെയല്ലേ കാണിക്കുള്ളൂ. അല്ല വേറെ ഇനം വരുമല്ലോ? ഇല്ല, വേറെ ഇനം വരത്തില്ല.